നിഷ്പ്രയോജനമായവയും വ്യർത്ഥമായവയും. തീത്തോസ് 3-ാം 9-ാം വാക്യം. എല്ലാത്തരം സംഭാഷണങ്ങളും വിശ്വാസം പണിയുന്നവയല്ല. ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ നിഷ്പ്രയോജനവും വ്യർത്ഥവുമായ സംഭാഷണങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇതൊരു വ്യക്തമായ ആജ്ഞയാണ്. ഒഴിഞ്ഞിരിക്കുക എന്നത് ചർച്ച ചെയ്യുക എന്നതല്ല, പൂർണ്ണമായും ഒഴിവാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം ചില വാദങ്ങളാൽ ജയിപ്പാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആത്മാവിനെ അത് നഷ്ടപ്പെടുത്തും. മൗഢ്യതർക്കങ്ങൾ അഥവാ ബുദ്ധിയില്ലാത്ത വാദങ്ങൾ സത്യം അന്വേഷിക്കുന്നില്ല. അഹങ്കാരവും സ്വയത്തെ തെളിയിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇവ സഭയിൽ കലഹം സൃഷ്ടിക്കുകയും സ്നേഹം നശിപ്പിക്കുകയും ചെയ്യും. വംശാവലി ചർച്ചകളാൽ അറിവ് കാണിക്കാം, എന്നാൽ ആരെയും രക്ഷയിലേക്ക് നയിപ്പാൻ കഴിയില്ല. സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്, മനുഷ്യചരിത്രമല്ല. ന്യായപ്രമാണവാദങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ കൃപ മറക്കുകയാണ് ചെയ്യുന്നത്. നിയമം നമ്മെ രക്ഷിക്കുന്നില്ല, ക്രിസ്തുവാണ് രക്ഷകൻ. ക്രിസ്തു മുഖ്യ വിഷയമാകാത്ത വാദങ്ങൾ നിഷ്പ്രയോജനമാണ്, വ്യർത്ഥവുമാണ്. കാരണം ഇവ സമയം കളയുന്നു, സാക്ഷ്യത്തെ തകർക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത് കലഹത്തിനല്ല, നന്മയ്ക്കായിട്ടാണ്. പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാം, വ്യർത്ഥമായത് വിട്ടുകളയാം.